ഒരു മിനിറ്റ്. തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹം വന്നിട്ട് അറിയിക്കുന്നു. നാമേ സമം ഹോ ജയ മസീഹ് കി. വീണ്ടും കേൾക്കാമോ? വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിന്റെ വചനം പഠിക്കുവാൻ നമുക്ക് കൂടി വരുവാൻ ദൈവം സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. एक बार और प्रभु का धन्यवाद करते हैं कि प्रभु के वचन को सीखने का हमें मौका मिला है. കഴിഞ്ഞ രണ്ടാഴ്ചകളില് സ്തോത്രം നമുക്ക് ദൈവവചനം പഠിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. 2 हफ्ते हम परमेश्वर के वचन को सीखते आ रहे हैं. 2 हफ्तों से ആമേൻ. പാപശാസ്ത്രം എന്നാൽ എന്താണ് എന്ന് നമ്മൾ ആദ്യത്തെ ആഴ്ചയിൽ നോക്കി. पहले हमने देखा कि पाप शास्त्र क्या है. ആമേൻ. അതിന്റെ ഗ്രീക്കില് കൊടുത്തിരിക്കുന്ന വാക്കുകൾ, പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. और यूनानी भाषा में पाप शास्त्र के शब्दों के बारे में हमने सीखा. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? कोई बता सकता है पिछले हफ्ते क्या पढ़ा था? पाप का उत्पत्ति. പാപത്തിന്റെ ഉൽപ്പത്തി, രണ്ടിടത്തേക്കുള്ള പ്രവേശനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. हमने पाप के 2 प्रकार के प्रवेश के बारे में हमने देखा. ഏറ്റവും ആദ്യമായിട്ട് പ്രപഞ്ചത്തിലേക്ക് പാപം പ്രവേശിച്ചതിനെ പറ്റി, യൂണിവേഴ്സൽ ആയിട്ട് പാപം കടന്നു വന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ചു. सबसे पहले हमने पाप के इस ब्रह्मांड में पूरे यूनिवर्स में प्रवेश के बारे में हमने देखा. രണ്ടാമതായിട്ട് മനുഷ്യരിലേക്കുള്ള പാപത്തിന്റെ പ്രവേശനത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. और उसके बाद में मनुष्य में पाप के प्रवेश के बारे में देखा. ആമേൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പാപത്തിന്റെ ദോഷഫലങ്ങൾ, ഈ പാപം ലോകത്തിലേക്ക് വന്നതുകൊണ്ട് മനുഷ്യരിലേക്ക് പ്രവേശിച്ചത് കൊണ്ടുണ്ടായ ദോഷഫലങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. और आज हम उन नुकसानों के बारे में देखने जा रहे हैं जो पाप के प्रवेश करने की वजह से जो हानियां हुई हैं, नुकसान हुए हैं. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു കാര്യത്തില് ഒരാൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതിന്റെ ആൻസർ പറഞ്ഞ് അതിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. पिछली क्लास में जब हमने कुछ पढ़ाया था तो एक व्यक्ति में एक डाउट था, उसका भी उत्तर देकर हम अपनी कक्षा को आगे बढ़ाएंगे. ചോദ്യം ഇതായിരുന്നു, सवाल ये था, ദൈവം എന്തുകൊണ്ട് അവർ പാപം ചെയ്തപ്പോൾ അതിനെ തടുത്തില്ല? परमेश्वर ने पाप जब वो कर रहे थे तो उनको रोका क्यों नहीं? അങ്ങനെ ദൈവം തടുക്കുകയായിരുന്നെങ്കിൽ പാപം ലോകത്തിൽ പ്രവേശിക്കില്ലായിരുന്നു. यदि परमेश्वर ऐसा मौका नहीं देते या रोक देते तो मनुष्य पाप में प्रवेश नहीं करता. അതിന്റെ ഉത്തരം ഇതാണ്. उसका उत्तर ये है, നമ്മൾ ആദ്യമേ തന്നെ ചിന്തിച്ചു, ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. हम देखते हैं कि परमेश्वर ने मनुष्य को अपने स्वरूप में, अपने स्वभाव में बनाया है. അവൻ ദൈവം തിരഞ്ഞെടുക്കുവാനുള്ള ഒരു സ്വഭാവം ദൈവം നമുക്ക് തന്നിരുന്നു. और जब उसने अपने स्वरूप में बनाया तो चुनने का एक स्वतंत्र अधिकार उसने हम सबको दिया है. ഇച്ഛാ സ്വാതന്ത്ര്യം എന്ന് മലയാളത്തിൽ പറയും. जिससे अपने खुद की इच्छा की स्वतंत्रता है वो. ഫ്രീ വിൽ. इच्छा की एक स्वतंत्र इच्छा है वो. അവൻ ഗുണവും ദോഷവും നന്മയും തിന്മയും നമുക്ക് തിരഞ്ഞെടുക്കാം. हम खुद चुन सकते हैं, भलाई बुराई चुननी है, हमें अच्छाई चुननी है, ये सब चुनने का एक अधिकार हमारे पास. അത് ദൈവത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ ഭാഗം കൂടിയാണ്. और ये स्वभाव परमेश्वर का स्वभाव भी है. 115 സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു. 115 भजन संहिता के 3 में इस प्रकार हम देखते हैं, നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, हमारा परमेश्वर स्वर्ग में है, അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. और वो जो कुछ उसको भावता है वही करता है. ആമേൻ. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിലും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. यशायाह 55 के 11 में भी हम इसको देख सकते हैं. ദൈവം തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു എന്ന്. परमेश्वर उसको जो पसंद आता है वही करता है. ദൈവം നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള ഇച്ഛാ സ്വാതന്ത്ര്യം നമ്മുടെ മേൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. परमेश्वर ने हम सबको चुनने की एक इच्छा शक्ति, एक स्वतंत्रता हमें दी है. ആദ്യം അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ ഫലം കഴിക്കാൻ പാടില്ല. पहले उसे ये कहा था, उनको ये कहा था कि इस फल को नहीं खाना. കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ മനുഷ്യന്റെ ചോയ്സ് ആണ്.
खाना या नहीं खाना ये मनुष्य का चुनाव है। അതുകൊണ്ടാണ് ഹവ്വ പഴം പറിക്കുന്ന സമയത്ത് ദൈവം പോയി കയ്യിൽ കയറി പിടിച്ച് തടുത്തില്ല. इसीलिए जब हव्वा फल तोड़ रही थी तो परमेश्वर ने जाके हव्वा के हाथ को पकड़ा नहीं। അവൻ പാപം അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലുള്ള പരിണിത ഫലവും ദൈവം പറഞ്ഞിരുന്നു. पाप यदि करोगे तो उसका परिणाम क्या होगा इसके बारे में भी परमेश्वर ने उन्हें बता दिया था। അത് അനുസരിക്കാതെയാണ് അവൻ മനുഷ്യൻ പാപം ചെയ്തത്. उसकी आज्ञा नहीं मानते हुए मनुष्य पाप करता है। പാറയോട് അവൻ കൽപ്പിക്കുവാനാണ് ദൈവം മോശയോട് പറഞ്ഞത്. एक और उदाहरण, परमेश्वर ने मूसा को कहा था चट्टान को आज्ञा दे। മോശ എന്താ ചെയ്തത്? പാറയെ അടിച്ചു. मूसा ने उस चट्टान को मारा। അവൻ നിൽക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാനുള്ള നന്മ തിരഞ്ഞെടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കാണുള്ളത്. भलाई को चुनने का, जो करने को कहा गया है उसको करने का, चुनाव करने का अधिकार हमारे पास है। 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. पहले यूहन्ना 3 अध्याय में हम आते हैं। അതിന്റെ 2-3 വാക്യങ്ങൾ നമുക്ക് നോക്കാം. उसके दूसरे और तीसरे पद को देखते हैं। 1 യോഹന്നാൻ 3-ാം അധ്യായം पहला यूहन्ना 3 2-3 2 വാക്യം. और 3। പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. 3-ാമത്തെ വാക്യം. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. प्रियो, हम परमेश्वर की संतान हैं और अभी तक ये प्रकट नहीं हुआ कि हम क्या क्या होंगे। इतना जानते हैं कि जब वो प्रकट होगा तो हम भी उसके समान हो जाएंगे। और जो तीसरा वचन कहता है, जो कोई उस पर ये आशा रखता है वो अपने आप को वैसा ही पवित्र करता है जैसा वो पवित्र है। അവൻ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. आपने इस शब्द पर ध्यान दिया होगा। ദൈവം നിർമ്മലനായിരിക്കുന്നത് പോലെ परमेश्वर जैसा पवित्र है, അവൻ ദൈവത്തിൽ പ്രത്യാശയുള്ളവർ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു. परमेश्वर पर आशा रखने वाले भी खुद को पवित्र करते रहते നാം हैं। ചെയ്യേണ്ട നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വമാണിത്. ये हमारी जिम्मेदारी है, हमें करना है ये। 1 യോഹന്നാൻ 5:18 നമുക്ക് നോക്കാം. हम पहले यूहन्ना के 5:8 को देखेंगे, 18. 5:18 को देखेंगे। ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. हम जानते हैं कि जो परमेश्वर से उत्पन्न हुआ है वो पाप नहीं करता है। ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. जो परमेश्वर से उत्पन्न हुआ है वो खुद को बचाए रखता है। ഒന്നുകൂടെ ശ്രദ്ധിക്കുക വാക്യം. ध्यान से सुनिएगा। ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. परमेश्वर से जन्मा हुआ खुद को बचाए रखता है। അവൻ തന്നെത്താൻ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, നിർമ്മലമായി നടക്കേണ്ട ഉത്തരവാദിത്വം, വിശുദ്ധിയിൽ ജീവിക്കേണ്ട ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. निर्दोष चलने की जिम्मेदारी, पवित्र बने रहने की जिम्मेदारी, पाप नहीं करने की जिम्मेदारी परमेश्वर ने हमें सौंप रखी है। ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. और अंत में ऐसा लिखा है कि दुष्ट उसको छू भी नहीं पाता। നാം നിർമ്മലതയിലായിരിക്കുന്നുവെങ്കിൽ, വിശുദ്ധിയിലായിരിക്കുന്നുവെങ്കിൽ, ആമേൻ, സ്തോത്രം, ദുഷ്ടൻ നമ്മളെ തൊടുകയില്ല. यदि हम निर्दोष हैं, हम पाप में नहीं है तो दुष्ट हमें नहीं छू सकता है। നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഒരു കാര്യമാണ്, ജബർദസ്തിയായിട്ട് നിർബന്ധമായിട്ട് പിശാച് നമ്മുടെ അധികാരത്തിൽ, നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുകയില്ല. पिछले बार हमने इसके बारे में सोचा था, हमारी जो स्वेच्छा है उस अधिकार क्षेत्र में शैतान जबरदस्ती अंदर नहीं घुस सकता है। നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള ഒരു കവാടം നമ്മൾ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. हमारी जिंदगी में प्रवेश करने का जब तक हम दरवाजा नहीं खोलते वो नहीं आता है। दरवाजा खोलने पर वो अंदर प्रवेश कर जाता है। വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-ാം വാക്യം കൂടെ നോക്കാം. हम प्रकाशित वाक्य 19 का 7 भी हम देखेंगे। അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, इस प्रकार वहाँ पे लिखा है, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. उसको एक अच्छा पवित्र चमकदार महीन मलमल वस्त्र पहनने का अधिकार दिया गया है। 7-ാമത്തെ വാക്യം. 8 हिंदी में 8 है। നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന്റെ മഹത്വം കൊടുക്കുക.
हम 7वां वचन हम देखेंगे, हम आनंदित और मगन हो, उसकी स्तुति करें। കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, मेमने का ब्याह आ पहुंचा है അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. और उसकी पत्नी ने भी खुद को तैयार कर लिया है। അവൻ ഇവിടെയും തന്നെത്താൻ ഒരുക്കുക, കർത്താവിന്റെ വരവിന് വേണ്ടി മണവാട്ടിയാകുന്ന ദൈവസഭ തന്നെത്താൻ ഒരുക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ये वचन സാധിക്കും. बताता है कि परमेश्वर की दुल्हन जो है, कलीसिया जो है, उसे खुद को तैयार करने की जिम्मेदारी सौंपी गई है। അവൻ ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ സാരം, അമേൻ സ്തോത്രം, ദൈവം നമുക്ക് തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കുമ്പോൾ നിർമ്മലതയിൽ, വിശുദ്ധിയിൽ, ദൈവകൃപയിൽ നിൽക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചത്. ये सब मैंने पद क्यों पढ़े, ये बताने के लिए जब परमेश्वर ने हम सबों को पवित्र बने रहने इत्यादि का जब अधिकार दिया है, तो ये हमारी इच्छा है, हमारा स्वतंत्र अधिकार है कि हम इसको बनाए रखें, इसमें चलते रहें। മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. मैं विश्वास करता हूँ कि आपको समझ में आ गया ഇനി होगा। എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. यदि और भी कोई डाउट आपके अंदर है तो आप जरूर हमसे पूछ सकते हैं। നമ്മുടെ അടുത്ത പഠനത്തിന്റെ ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. हम हमारे पढ़ाई को आगे जारी रखेंगे। പാപത്തിന്റെ ദോഷഫലങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, पाप के दुष्परिणामों के बारे में हम देख रहे हैं। പാപത്തിന്റെ പരിണിത ഫലമായിട്ട് ഒരു 10 ഫലങ്ങൾ ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. पाप करने की वजह से 10 प्रकार के परिणाम या फल इस दुनिया में प्रकट हुए। മലയാളത്തിലും ഹിന്ദിയിലും പെട്ടെന്ന് ഈ വേദഭാഗങ്ങൾ എടുത്ത് ഒന്ന് വായിക്കണം. हम जल्दी से ये जो वचन के भाग बता रहे हैं तो उसको मलयालम और हिंदी में जल्दी पढ़ेंगे। ഒന്നാമത്തേത്, മനുഷ്യ കണ്ണു തുറന്നു, നഗ്നത വെളിപ്പെട്ടു. पहला परिणाम क्या था? उनकी आंखें खुल गई, नंगापन प्रकट हो गया। ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. उत्पत्ति 3 का 7 हम देख सकते हैं। മലയാളത്തിലും ഹിന്ദിയിലും ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. उसके मलयालम और हिंदी में हम उसे देखेंगे। तब उन दोनों की आंखें खुल गईं और उनको मालूम हुआ कि वे नंगे हैं। उन्होंने अंजीर के पत्ते जोड़ कर लंगोट बना लिए। ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു, അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഉടനെ അവരുടെ കണ്ണു തുറന്നു, उसी समय उनकी आंखें खुल गई തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. और उन्हें पता चला कि वे नंगे हैं। പാപത്തിന്റെ ആദ്യത്തെ ഫലം, पाप का पहला परिणाम। അവൻ സാത്താൻ എന്താണ് അവരോട് പറഞ്ഞത് നമുക്ക് നോക്കാം. शैतान ने उनसे क्या कहा था? 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. 3 का 5 हम देखेंगे। परमेश्वर आप जानता है कि जिस दिन तुम उसका फल खाओगे उसी दिन तुम्हारी आंखें खुल जाएगी और तुम भले बुरे का ज्ञान पाकर परमेश्वर के तुल्य हो जाओगे। ഇവിടെ പിശാച് പാമ്പ് വന്ന് സ്ത്രീയോട് പറയുകയാണ്, यहाँ पे शैतान सर्प के तौर पर स्त्री के पास में आकर कहता है, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, तुम मरोगे नहीं। അത് തിന്നുന്ന നാളിൽ जिस दिन तुम खाओगे നിങ്ങളുടെ കണ്ണ് തുറക്കുകയും तुम्हारी आंखें खुल जाएंगी നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി और तुम भले और बुरे का ज्ञान पालोगे, ദൈവത്തെ പോലാകുകയും ചെയ്യും. परमेश्वर के समान हो जाओगे। പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? लेकिन यहाँ पर क्या हुआ? പിശാച് പറഞ്ഞു കണ്ണ് തുറക്കുമെന്ന്. शैतान ने कहा कि आंखें खुल जाएंगी അവൻ ഒരു പഴം പറിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരെ കണ്ണ് തുറന്നു എന്ന് കാണാൻ സാധിക്കുന്നു. और हम देखते हैं कि जैसे ही उन्होंने फल खाया तो उनकी आंखें खुल गई। സാത്താൻ പറഞ്ഞത് ശരിയായോ? शैतान ने जो कहा था क्या वो बिल्कुल सही था? അവൻ ശരിയായല്ലേ? बिल्कुल सही था। അവർ അന്ധരായിരുന്നോ? वो क्या पहले अंधे थे? അതിന്റെ അർത്ഥം അവരുടെ പുറമേയുള്ള നഗ്ന നേത്രങ്ങൾക്ക് കാഴ്ചയില്ലായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം? क्या इसका मतलब ये नहीं है कि उनकी आंखों में उस समय रोशनी नहीं थी? അതല്ല അതിന്റെ അർത്ഥം. उसका मतलब ये नहीं है। അവരുടെ കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നു, वो पहले से भी देख सकते थे, പക്ഷേ അവരുടെ അകത്തെ കണ്ണ് അവൻ അടഞ്ഞു പോവുകയും അതിന് അന്ധത സംഭവിക്കുകയും പുറമേ ഉള്ള കണ്ണ്, തിന്മയിലേക്കുള്ള പാപത്തിലേക്കുള്ള കണ്ണുകൾ തുറക്കപ്പെടുവാൻ ഇടയായി തീരുകയും ചെയ്തു. लेकिन उस समय क्या हुआ? उनकी अंदर की आंखें बंद हो गई और बाहर की बुराई देखने वाली, दुष्टता की ओर जाने वाली आंखें खुल गई। ഇനി നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം. हम उत्पत्ति 2 का 24 देखेंगे। അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. വായിച്ചോളൂ.
മനുഷ്യരും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. इस कारण पुरुष अपने माता पिता को छोड़ अपनी पत्नी से मिला रहेगा, वे एक तन बने रहेंगे। आदम और उसकी पत्नी दोनों नंगे थे पर लज्जाते न थे। ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ഇരുവരും നഗ്നരായിരുന്നു. പാപം ചെയ്യുന്നതിന് മുമ്പ് ഇരുവരും നഗ്നരായിരുന്നു. पाप करने से पहले ये दोनों नंगे थे, അവർക്ക് നാണം തോന്നിയില്ല താനും. लेकिन वे लजाते नहीं थे। തേജസ്സിന്റെ വസ്ത്രമായിരുന്നു ദൈവം അവരെ ഉടുപ്പിച്ചിരുന്നത്. महिमा के वस्त्र उन्होंने पहन रखे थे। അവർക്ക് അവരുടെ നാണം തോന്നാത്ത വിധത്തിൽ, നഗ്നനാണെന്ന് അറിയാത്ത വിധത്തിലായിരുന്നു പാപം ചെയ്യുന്നതിന് മുൻപുള്ള. पाप से पहले की अवस्था ऐसी थी कि वो उनको लज्जा नहीं आती थी, उनको एक दूसरे से शर्म नहीं आती थी। 3-ാം അധ്യായം 7-ാം അധ്യായത്തിലെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ നഗ്നരെന്നവർ അറിഞ്ഞു, തിരിച്ചറിഞ്ഞു. लेकिन 3 के 7 में हम पढ़ते हैं कि उन्होंने जाना कि वे नंगे हैं। അമ്മ നമുക്കിവിടെ കാണാൻ കഴിയുന്നു, ഒന്ന് അവരുടെ കണ്ണുകൾ തുറന്നു, അവർ നഗ്നരെന്ന് തിരിച്ചറിയുവാൻ ഇടയായി. एक बात हम देखते हैं कि उनकी आंखें खुल गई, उन्होंने जाना कि वे नंगे हैं। അവൻ ദൈവത്തിന്റെ വാക്ക് അനുസരിക്കാതെ സാത്താന്റെ വാക്ക് അനുസരിച്ച അവൻ ആദമിന്റെയും ഹൗവയുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന ആദ്യത്തെ അവസ്ഥയാണ് നമ്മിപ്പോൾ വായിച്ചു കേട്ടത്. यहाँ पे परमेश्वर की बातों का उल्लंघन कर शैतान की बातों को मानने का परिणाम आदम और हव्वा को किस अवस्था में लेकर आया, उसके बारे में हम पढ़ रहे हैं। അമ്മ അതുകൂടാതെ അവർ ചെയ്ത മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. इतना ही नहीं है, उन्होंने एक और चीज करी, उसके बारे में मैं आपको बताता हूँ। അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം നഗ്നത മറയ്ക്കുവാനുള്ള ഒരു പാഴ്ശ്രമം അവിടെ നടത്തുവാൻ ഇടയായി തീർന്നു. जब उन्होंने देखा कि वे नंगे हैं तो उन्होंने अपने नंगेपन को ढकने का एक व्यर्थ उपाय करने की सोची। എന്താണ് അവർ ചെയ്തത്? उन्होंने क्या किया? 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ हम സാധിക്കുന്നുണ്ട്. 3 के 7 में उसे देख सकते हैं। നഗ്നത മറയ്ക്കാൻ വേണ്ടിയിട്ട് अपने नंगेपन को ढकने के लिए അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്കൊരാടെ ഉണ്ടാക്കി. अंजीर के पत्ते जोड़कर उन्होंने लंगोट बना लिए। അവനൊരു പാഴ്ശ്രമമാണ് അവർ നടത്തുന്നത്. यहाँ पर एक व्यर्थ परिश्रम वो कर रहे हैं। പാപത്തെ മറയ്ക്കുവാൻ, പാപത്തെ ഹൈഡ് ചെയ്യുവാനുള്ള ഒരു ശ്രമം. पाप को छुपाने का, पाप को ढकने का एक श्रम कर रहे हैं। ഇന്നും മനുഷ്യ ജീവിതത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. आज भी मनुष्य की जिंदगी में हम ये बातें देख सकते हैं। അവനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുവാൻ, മറച്ചു വെക്കുവാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത ഇന്നും മനുഷ്യന്റെ അകത്തുണ്ട്. जब कोई गलती कर बैठता है तो उसको छुपाने की, उसे बचाने की कोशिश मनुष्य में लगी रहती है। എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. लेकिन परमेश्वर का वचन कहता है कि अपने अधर्म को छिपा कर रखने वाला कभी भी अपनी जिंदगी में सुकून नहीं पाता है, लेकिन जो उसको स्वीकार कर मान लेता है उसे छुटकारा मिलता है। അവൻ ഈ അത്തിയില കൂട്ടിത്തുന്നിയ വസ്ത്രം അധിക സമയം നിൽക്കത്തില്ല. अंजीर के बनाए गए पत्ते ज्यादा समय तक टिके नहीं रहेंगे। ഒരു നല്ലൊരു വെയിൽ വരുന്നത് വരെ അവരുടെ ശരീരത്തിനകത്ത് അത് നല്ല രീതിയിൽ നിൽക്കും. एक अच्छी धूप पड़ने तक वो पत्ते थोड़ी समय तक वो वहाँ पे बने रहे। വെയിലടിച്ചു കഴിഞ്ഞാൽ ഇലയുടെ സ്വഭാവം കാണിക്കും. लेकिन जैसे ही धूप पड़ जाती है पत्ता अपना रंग दिखाना शुरू कर देता है। പാപം എത്ര മറച്ചു വെച്ചാലും ഒരു സമയം അത് വെളിപ്പെട്ട് വരും. पाप को कितना भी छुपाया जाए, एक समय के आते ही वो प्रकट हो जाता है। പാപം നമുക്ക് മൂടി വെക്കാൻ പറ്റത്തില്ല. पाप को हम छुपा कर नहीं रख सकते। ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത് നാം ഏറ്റു പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കണം. वचन कहता है कि हमें अंगीकार करके उसे छोड़ देना है। ആമേൻ. ഏതെങ്കിലും ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, പാപം സംഭവിച്ചാൽ അത് ഏറ്റു പറയുവാൻ, സമ്മതിക്കുവാൻ, സമർപ്പിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. परमेश्वर चाहता है कि हम जब कोई गलती कर बैठते हैं तो हम उसे स्वीकार करें, अंगीकार करके उसे छोड़ने के लिए तैयार हो जाए। ദാവീദിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ദാവീദ് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം ദാവീദിനെ കുറിച്ച് പറഞ്ഞു. दाऊद के बारे में जब हम पढ़ते हैं तो परमेश्वर ने कहा कि ये मेरे मन के अनुसार चलने वाला व्यक्ति है। അവൻ പാപം ചെയ്ത ഒരു വ്യക്തിത്വമായിട്ടും അവന്റെ പാപം എല്ലാവരെക്കാളും അധികം കഠിനമെന്ന് നമുക്ക് തോന്നിയാലും എന്തുകൊണ്ടാണ് ദൈവം അവനെ അംഗീകരിച്ചത്? उसका पाप कितना भयानक था, इसके बावजूद भी परमेश्वर उसे इस प्रकार की उपाधि क्यों देता है? ഏറ്റു പറയാൻ തയ്യാറായി. क्यों? क्योंकि वो अंगीकार करने के लिए तैयार था। നമ്മുടെ ജീവിതത്തിനകത്ത് നിന്ന് എവിടെയെങ്കിലും ഏറ്റു പറയപ്പെടാതെ ആമൻ പാപം നമ്മൾ മറച്ചു വെച്ചിരിക്കുന്നെങ്കിൽ, ഉപേക്ഷിച്ചു കളയാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ പറ്റിപ്പിടിച്ചിരിക്കുന്നെങ്കിൽ,
ഇന്ന് രാത്രികാലം ദൈവവചനത്തിൽ കൂടി ഒരു കാര്യം പറയട്ടെ, അധിക സമയം നമുക്കതിനെ മറച്ചു വെക്കാൻ കഴിയുകയില്ല, അത് വെളിപ്പെട്ടു വരും. എന്നാൽ കർത്താവിന് മുമ്പിൽ നമ്മൾ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ, നമ്മുടെ പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമാണ്. और इसीलिए हमारी जिंदगी में यदि कोई भी पाप या गलती हो जाती है तो मैं आपको ये कहना चाहती हूँ कि हम उसे कभी छुपा के न रखें, क्योंकि वो छुप नहीं सकेगा, एक दिन वो जरूर प्रकट होकर आएगा। तो इससे पहले कि वो प्रकट होकर हमें लज्जित करे, क्यों न हम प्रभु के सामने उसे अंगीकार कर, स्वीकार कर हम उसमें से मन फिराए, तो वो हमारे पापों को क्षमा करने के लिए योग्य परमेश्वर है, योग्य प्रभु यीशु मसीह। ഒന്നാമത്തേത് അവരുടെ കണ്ണ് തുറന്നു, അവർ നഗ്നരെന്നറിഞ്ഞു. पहला परिणाम क्या हुआ? उनकी आंखें खुल गई, उन्होंने देखा कि वे नंगे हैं। രണ്ടാമത്തേത് ഭയം ഉളവായി. दूसरा दुष्परिणाम क्या था? उनके अंदर डर उत्पन्न हुआ। 3:8 വാക്യം. तीसरे अध्याय का 8वां पद। तो यहोवा परमेश्वर जो दिन के ठंडे समय में वाटिका में आया करता था, उसका शब्द उनको सुनाई दिया। तब आदम और उसकी पत्नी वाटिका के वृक्षों के बीच यहोवा परमेश्वर से छिप गए। വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. वे छिप गए। ഇവിടെ ദൈവം അവർ അടുക്കിലേക്ക് കടന്നു വരുന്നത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പാപം പ്രവേശിച്ച അവരുടെ ജീവിതത്തിനകത്ത് ഭയം കടന്നു വരുവാൻ ഇടയായി തീർന്നു. जब पाप इनकी जिंदगी में प्रवेश कर चुका था तो इन्होंने देखा कि परमेश्वर करीब आ रहा है, तो उनके अंदर डर उत्पन्न हुआ। അങ്ങനെ അവർ ചെയ്ത കുറ്റബോധം, അവർ ചെയ്ത പാപത്തെ കുറിച്ചുള്ള ബോധം അവരിലേക്ക് ഭയം കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. उनके द्वारा किए गए पाप, की गई गलती का बोध उनकी जिंदगी में डर को उत्पन्न करता है। വീണ്ടും 10ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ അവർ ഒളിച്ചു എന്ന് കാണാൻ സാധിക്കുന്നു. और 10वें पद में भी हम देख सकते हैं कि वे डर कर वृक्षों के बीच में जाकर छिप गए। ഭയം പാപത്തിന്റെ പരിണിത ഫലമാണ്. डर पाप का परिणाम है। പിശാചിന്റെ ഒരു ആയുധമാണ് ഭയം എന്ന് പറയുന്നത്. शैतान का भी एक हथियार है डर। നമ്മുടെ ജീവിതത്തിന്റെ കോൺഫിഡൻസിനെ, നമ്മുടെ മുൻപോട്ടുള്ള വഴികളെ നാം ആഗ്രഹിക്കുന്ന പോലെ മുൻപോട്ട് വെക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മെ പിൻപോട്ട് വലിക്കുന്ന, നമ്മുടെ കോൺഫിഡൻസിനെ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ഭയം എന്ന് പറയുന്നത്. डर हमारे आत्मविश्वास को डगमगा देता है, हमें आगे की ओर जाने नहीं देता है, हमें पीछे की ओर खींचता है। वो ചില കാര്യങ്ങളിൽ നമുക്ക് ഭയം നല്ലതാണ്. कई चीजों में डर अच्छी बात है। വിപിന്റെ വീട്ടിലെ പ്രേയർ എന്ന് പാസ്റ്റർ അത് ശരിക്കും പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. और विपिन के घर पे जब प्रार्थना के बीच में हमने इसके बारे में सुना था, इसलिए ज्यादा मैं उसके अंदर नहीं जाना चाहता। അനാവശ്യമായ ഭയങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, പിശാചിന്റെ സ്വാധീനം അല്ലെങ്കിൽ പാപത്തിന്റെ സ്വാധീനം നമ്മുടെ അകത്തുള്ളത് കൊണ്ടാണ് കൂടുതൽ നാം പലരും ഭയപ്പെട്ടു പോകുന്നത്. लेकिन उसके अलावा यदि अनावश्यक डर हमारे अंदर है, उसमें से हमें निकलना जरूरी है, क्योंकि ये सब है जो पाप के परिणाम के तौर पर हमारे अंदर उत्पन्न होता है। തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. लेकिन वचन कहता है कि सिद्ध प्रेम भय को दूर करता है। ആ ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരുവാൻ അവർ ഭയപ്പെട്ടു. परमेश्वर की उपस्थिति के करीब आने से वो डरे। ദൈവം പാപമില്ലാത്തവനാ. परमेश्वर पाप रहित है। പാപത്തെ ദൈവം വെറുക്കുന്നു. पाप से परमेश्वर नफरत करता है। ആ ദൈവ സാന്നിധ്യത്തിനകത്ത് പാപമില്ല. परमेश्वर की उपस्थिति में पाप नहीं है। എന്നാൽ പാപം പ്രവേശിച്ച മനുഷ്യന് ദൈവ സാന്നിധ്യത്തെ ഭയക്കുന്നു. लेकिन पाप जिसमें प्रवेश कर चुका था, वो मनुष्य परमेश्वर की उपस्थिति से डरने लगा। നമ്മൾ കേട്ടിട്ടില്ലേ, ചില മീറ്റിങ്ങുകൾക്കകത്ത് ചില ദൈവദാസന്മാർ, കൃപാവരമുള്ളവര്, അഭിഷേകമുള്ളവർ വരുമ്പം പിശാച് ബാധിച്ചവർ, ഭൂതം ബാധിച്ചവരൊക്കെ പറയും, നീ എന്റെ അടുക്കൽ വരാൻ പാടില്ല, നീ വിട്ടു പോകണം, എന്റെ അടുക്കൽ വരാൻ പാടില്ല. നമുക്ക് നമ്മുടെ ഭൂതം ബാധിച്ച ഗദർദേശത്തെ മനുഷ്യനെ തന്നെ പറയുന്നുണ്ട്. അമേൻ, സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് പിശാചിന് നിൽക്കാൻ പറ്റത്തില്ല, ഭയത്തിന് നിൽക്കാൻ പറ്റത്തില്ല. जिस प्रकार जब किसी भी मीटिंग में लोग जाते हैं, वहां पे यदि परमेश्वर के वरदानों को पाए हुए लोग आ जाते हैं, तो उन परमेश्वर के सेवकों को देखकर दुष्टात्मा ग्रसित कहते हैं, हमारे करीब मत आना, हमको डर लगता है। इतना नहीं, बाइबल में देखिएगा, सेना से जो ग्रसित था,
दुष्ट आत्मा से भरा हुआ व्यक्ति भी यीशु को देखकर वो उसे दूर रहने को कहता है। प्रभु की उपस्थिति से हमेशा डरता है, पर शैतान उसकी उपस्थिति वो उसके करीब आना नहीं चाहता है। ആമേൻ. ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാൻ ഭയം കാരണമായി തീരുന്നു. वहां पे परमेश्वर की उपस्थिति में आने से उनके अंदर डर आने लगता है। പക്ഷെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശി മരണത്തിലൂടെ ധൈര്യത്തോടെ ആ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് കടന്നു തീരുവാനുള്ള ഭാഗ്യം സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് നൽകി लेकिन തന്നിരിക്കുകയാണ്. परमेश्वर ने हम सबों को यीशु मसीह की क्रूस मृत्यु के द्वारा पूरे हियाव के साथ, हिम्मत के साथ परमेश्वर की उपस्थिति में आने का अनुग्रह उसने हम पर कर दिया है। ഇനി മൂന്നാമത്തെ കാര്യം, तीसरा परिणाम, കുടുംബ ബന്ധത്തിന്റെ ശക്തി നഷ്ടപ്പെടുകയാണ്. पारिवारिक जिंदगी का बल खत्म हो जाता है। ആമേൻ. 3:12-13 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. तीसरे अध्याय के 12 और 13 को जब हम पढ़ते हैं तो हम देख सकते हैं। വായിക്കാം. आदम ने कहा, जिस स्त्री को तूने मेरे संग रहने को दिया है उसने वृक्ष का फल मुझे दिया और मैंने खाया। तब यहोवा परमेश्वर ने स्त्री से कहा, तूने ये क्या किया? स्त्री ने कहा, सर्प ने मुझे बहका दिया इसलिए मैंने खाया। വായിക്കാം. മലയാളത്തിലൊന്ന് വായിക്കാമോ? मलयालम में उसको हम पढ़ेंगे 12वां पद। അതിന് മനുഷ്യൻ എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. 2:23 കൂടെ ഒന്ന് വായിക്കാം. 2 का 23 भी पढ़ेंगे। അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു, ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. और तब आदम ने कहा, ये मेरी हड्डियों में की हड्डी, मांस में का मांस है, तो इसका नाम नारी होगा क्योंकि वो नर में से निकाली गई है। പാപം പ്രവേശിക്കുന്നതിന് മുമ്പ് ആദം ഹവ്വയെ പറ്റി പറഞ്ഞതാണ്, ഇവളെന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാണെന്ന്. पाप घुसने से पहले के आदम के शब्द है, ये मेरी हड्डी की हड्डी है, मांस की मांस है। ഇനി 3:12 പാപം പ്രവേശിച്ച ആദാമിന്റെ വാക്കുകൾ എങ്ങനെയാണ് അവിടെ പറയുന്നത്? लेकिन 3 के 12 में पाप के प्रवेश होने के बाद के आदम के शब्दों को ध्यान दीजिएगा। എന്നോട് കൂടെ ഇരിപ്പാൻ मेरे संग रहने के लिए നീ തന്നിട്ടുള്ള സ്ത്രീ, जिस स्त्री को तूने मुझे दिया है, വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു. उसने मुझे वृक्ष का फल दिया और मैंने खाया। ആമേൻ. വ്യത്യാസം മനസ്സിലായോ? हमको ये फर्क नजर आ गया होगा। ആമേൻ. ഇവിടെ ആ താൻ ചെയ്ത തെറ്റ് സമ്മതിക്കാതെ മറ്റുള്ള സ്ത്രീയിലേക്ക് അല്ലെങ്കിൽ ഭാര്യയിലേക്ക് പഴിചാരുവാനുള്ള ഒരു മാനസികാവസ്ഥ, ഒരു പ്രവണത ആദാമിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. अपनी गलती को मानने की बजाय अपनी औरत पर, उस स्त्री पर इल्जाम लगाने का एक भाव आदम के अंदर उत्पन्न होने लगता ഇനി है। ഹവ്വയുടെ വാക്കൂടെ നമുക്ക് നോക്കാം. हव्वा की शब्दों पर भी ध्यान ദൈവം दीजिए। യഹോവയായ ദൈവം സ്ത്രീയോട് ചോദിക്കാൻ, നീ ചെയ്തത് എന്ത്? यहोवा ने परमेश्वर ने स्त्री से पूछा, तूने ये क्या किया? പാമ്പ് എന്നെ വഞ്ചിച്ചു, स्त्री ने कहा, सर्प ने मुझे बहकाया ഞാൻ തിന്നുപോയി. इसलिए मैंने खाया। ആമേൻ. പാപം പ്രവേശിച്ച മനുഷ്യന്റെ ആദമിന്റെ ഹവ്വയുടെ വാക്കുകൾ കേട്ടോ. पाप प्रवेश कर चुके आदम और हव्वा के शब्दों पर ध्यान दीजिएगा। ആമേൻ. തെറ്റ് സമ്മതിക്കാൻ മനസ്സില്ലാതെ മറ്റുള്ളവരിലേക്ക് പഴിചാരുന്ന ഒരു പ്രവണത. गलतियां मानने का मन नहीं, दूसरों पर गलतियां थोपने का मन बन गया। ആ കുടുംബ ബന്ധത്തിൽ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമാണെന്ന് പറഞ്ഞ ആ ബന്ധത്തിൽ നിന്നൊരു ഒരു അകൽച്ച അവിടെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ मेरे സാധിക്കും. हड्डी की हड्डी है, मेरे मांस का मांस है कहने वाले उस पारिवारिक संबंध में एक दरार पड़ने लगी। തെറ്റ് സംഭവിച്ചാൽ അവൻ സമ്മതിക്കാൻ നമ്മൾ തയ്യാറാകണം. यदि गलती हो जाती है तो मानने के लिए भी हमें तैयार रहना है। അവൻ നമ്മുടെ കുടുംബജീവിതത്തിനകത്തും അവൻ ഭാര്യ ഭർത്തൃബന്ധത്തിനകത്ത് അവൻ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അത് സമ്മതിക്കുവാൻ, അവൻ മനസ്സിലാക്കുവാൻ അവൻ നമ്മൾ തയ്യാറാകണം. पारिवारिक जिंदगी के अंदर भी पति पत्नी होने के नाते या परिवार होने के नाते गलतियां हो जाती हैं तो भी हमें मानने को, अंगीकार करने को तैयार അത് रहना है। ഹൃദയത്തിൽ നിന്ന് വേണം ക്ഷമിക്കുവാൻ. और तब जब क्षमा होती है तो वो दिल से माफी होनी चाहिए। ക്ഷമ ഹൃദയത്തിൽ നിന്ന് വരാതിരിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം സോറി പറഞ്ഞ കാര്യത്തെ വീണ്ടും വീണ്ടും സോറി പറയേണ്ടതായിട്ട് വരുന്നത്. क्योंकि हमारी माफी दिल से नहीं निकलती है, इसीलिए एक बार की गई गलती के लिए बार बार
हम गलती कर सॉरी मांगते हैं। ഒരു പ്രാവശ്യം തെറ്റ് സംഭവിച്ചു പോയി, एक बार गलती हो गई, സോറി പറഞ്ഞു, क्षमा मांग ली, ചില വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ ആ വിഷയം എടുത്തിട്ട് സംസാരിക്കാറുണ്ട് പലപ്പോഴും. और फिर भी कई सालों के बाद वही मसला लेकर आकर हम दिक्कतें खड़ी करते हैं। അത് ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ അത് ചെയ്യുന്നത്. ऐसा हम क्यों कर रहे हैं? क्योंकि अभी तक हमने उन्हें अपने दिल से माफ नहीं किया है। നമ്മൾ ചിലത് സോറി പറയാറുണ്ട്, कई लोग सॉरी बोलते हैं, സോറി, सॉरी ആ ടോണിലൂടെ മനസ്സിലാകും അവർ ഹൃദയത്തിൽ നിന്നാണോ അതോ വെറും ശബ്ദത്തിലൂടെയാണോ അത് പറഞ്ഞതെന്ന്. उनकी आवाज के तरीके को देखते ही पता चल जाता है कि उन्होंने दिल से कहा है या केवल लबों से कहा है। നമ്മുടെ എന്താ പറയുന്നേ, നമ്മൾ സംസാരിക്കാതെ തന്നെ നമ്മുടെ ശബ്ദം നമുക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് കഴിയും, നമ്മുടെ ഹൃദയത്തെ നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കും. हम बिना बोले अपने आवाज के तरीके से ही दिल को दिखा सकते हैं। എത്ര പേർക്കറിയാം കണ്ണുകൾ സംസാരിക്കുമെന്ന്? कितने लोगों को पता है हमारी आंखें भी बात करती हैं, നമ്മുടെ കൈകളും കാലുകളും സംസാരിക്കും. हमारे हाथ और पैर भी बात करते हैं। നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അയാളുടെ ആക്ഷനിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. और जब हम आपस में बात कर रहे हैं तो कोई व्यक्ति मुझे ध्यान से देख रहा है नहीं देख रहा है, उनके एक्शन से हमें पता चल जाता है। നമ്മൾ മനസ്സിലായോ എന്നെ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ നമുക്കറിയാം എത്ര പേർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ, അവരെ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ. बीच बीच में हम पूछते हैं क्या आप समझ पा रहे हो, सुन पा रहे हो, फिर भी ध्यान से देखते हैं तब पता चल जाता है कि कितने सुन रहे हैं या समझ रहे हैं। നമ്മുടെ ഓരോ ആക്ഷനുകളും, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ എന്താ പറയുന്നത് ചലനങ്ങൾ പോലും നമ്മുടെ ശബ്ദത്തെ പുറത്തു കൊണ്ടുവരുന്നതാണ്. हमारा एक्शन, हमारी आंखें, ये सारे इशारे हमारे आवाज को एक अर्थ को बाहर निकालते हैं। ആമേൻ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ കാണാൻ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ആമേൻ സ്തോത്രം ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹിക്കണമെന്ന് പറയുന്നത്. इसीलिए एफेसियों की पत्री में पौलुस कहता है कि जैसे मसीह ने कलीसिया से प्रेम किया, पति अपने पत्नी से प्रेम करे। ആമേൻ. ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? मसीह ने कलीसिया से कैसे प्रेम किया? സഭ കറയുള്ളവളായിരുന്നു, कलीसिया कलंकित थी, വാട്ടമുള്ളവളായിരുന്നു, झुर्री थी, उसमें മാലിന്യമുള്ളവളായിരുന്നു, उसमें मलिनता थी, പാപം നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. पाप से भरी हुई थी। പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. लेकिन पापी होने के बावजूद भी उसने हमसे प्रेम किया। ആമേൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. ऐसा है तो हम भी माफ करने वाले लोग बने। ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. यीशु मसीह का स्वभाव हम में भी उत्पन्न हो। യേശു പ്രാർത്ഥന പഠിപ്പിക്കുന്ന സമയത്തും ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് അതിനകത്ത്. यीशु जब प्रार्थना सिखा रहे थे तो उन्होंने एक लाइन ये जोड़ी, എന്റെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ, എങ്ങനെയാ വാക്യം? എന്റെ കടങ്ങളും ക്ഷമിക്കണമേ എന്ന്. और वहां पे वचन कहता है कि जिस प्रकार हम दूसरों के अपराधों को क्षमा करते हैं तू भी हमारे अपराध क्षमा कर। നമ്മൾ ദൈവത്തിൽ നിന്ന് നമ്മൾ ക്ഷമ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. हम परमेश्वर से माफी मांगना चाहते हैं, പക്ഷെ മനുഷ്യരോട് ക്ഷമിക്കാൻ നാം തയ്യാറല്ല. लेकिन मनुष्य को माफ करने के लिए हम तैयार नहीं होते। ആദ്യം ഞാൻ എന്റെ കടക്കാരോട് ഞാൻ ക്ഷമിക്കണം. यहाँ पे पहले मुझे अपने अपराधियों को क्षमा करना है। അവിടെ ക്ഷമ നടന്നെങ്കിൽ മാത്രമേ ദൈവം എന്നോട് ക്ഷമിക്കുകയുള്ളൂ. जब वहां पर क्षमा होगी उसी आधार पर मुझको भी क्षमा मिलेगी। ആമേൻ. മൂന്നാമത്തെ നമ്മൾ നോക്കിയത് കുടുംബ ബന്ധത്തിന്റെ ശക്തി നഷ്ടപ്പെടുന്നത്, വിള്ളൽ സംഭവിക്കുന്നത് നമ്മൾ കാണാൻ കഴിഞ്ഞത്. तो पाप का तीसरा हमने प्रभाव देखा, परिणाम देखा, पारिवारिक रिश्ते में आमीन कचोट आ जाती है, आमीन उसका बल कम हो जाता है। നാലാമത്തേത് ഭൂമി ശാപത്തിന്റെ കീഴിലായി. चौथा परिणाम क्या निकला? पृथ्वी शापित हो गई। 3:17. 3:17 മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. 17वां पद कहता है कि इसलिए भूमि तेरे कारण शापित है। ഇവിടെ മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട്, എടുത്തൊരു വാക്യം ഇവിടെ പറയുന്നതുകൊണ്ട്, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. यहाँ पे परमेश्वर विशेष तौर पे ये बात कह रहा है कि तूने अपनी पत्नी की बात सुनी और जिस वृक्ष के फल को खाने को मैंने नहीं खाने की आज्ञा दी थी उसको तूने खाया, इसलिए पृथ्वी शापित हो गई। പാപം ചെയ്യാതിരിക്കുവാനുള്ള, തെറ്റ് ചെയ്യാതിരിക്കുവാനുള്ള ആ തോട്ടത്തിൽ തോട്ടം കാക്കുവാനുള്ള ഉത്തരവാദിത്വം ആദമിനെയായിരുന്നു ദൈവം ഏൽപ്പിച്ചിരുന്നത്. परमेश्वर ने आदम को पाप नहीं करने का, उस बगीचे को संभाले रखने का आदेश दिया था, जिम्मेदारी सौंपी थी।
പക്ഷേ മനുഷ്യൻ പാപം ചെയ്ത നിമിത്തം ഭൂമിയിലേക്ക് ശാപം പ്രവേശിച്ചു. लेकिन मनुष्य के पाप की वजह से पृथ्वी पर शाप प्रवेश कर गया. നമ്മൾ ഇന്ന് പ്രകൃതിയിൽ കാണുന്ന മാറ്റങ്ങൾ, കാലാവസ്ഥയുടെ മാറ്റങ്ങളാണെങ്കിൽ എന്ത് മാറ്റങ്ങളാണെങ്കിലും അതൊക്കെ മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ പരിണത ഫലമായിട്ട് ഭൂമിയിൽ കടന്നു വന്ന ശാപത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ്. और आज भी जो प्राकृतिक आपदाएं हम पृथ्वी में देख रहे हैं, ये सब मनुष्य के द्वारा किए गए उस पाप के परिणाम स्वरूप है. ദൈവം സൃഷ്ടിച്ച ഭൂമി ഇങ്ങനെയുള്ള ഒരു ഭൂമി അല്ലായിരുന്നു. परमेश्वर ने एक ऐसी पृथ्वी को नहीं बनाया था. മനുഷ്യന്റെ പാപം നിമിത്തമാണ് ഭൂമി ശപിക്കപ്പെടുവാൻ ഇടയായിട്ടുള്ളത്. मनुष्य के पाप की वजह से ये पृथ्वी शापित हो गई. അടുത്തത് നമുക്ക് കാണാൻ കഴിയുന്നു, മുള്ളും പറക്കാരെയും മുളയ്ക്കുവാൻ ഇടയായി തീർന്നു. और उसका परिणाम क्या निकला? वो पृथ्वी यहाँ पे कांटे, ऊंट कटारे पैदा करने लगी. 18ാമത്തെ വാക്യം. उसके 18वें पद में हम देख सकते हैं. അടുത്ത ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് 6ാമത്തേത്. और आगे मैं जल्दी से बताना चाहूंगी, 6वां परिणाम क्या निकला? വേദന ഭൂമിയിലേക്ക് കടന്നു വന്നു. पृथ्वी पर दर्द आ गया. അത് നമുക്ക് കാണാൻ കഴിയുന്നത് हम उसे 16ാമത്തെ വാക്യം. 16वें पद में हम देख सकते हैं. സ്ത്രീയോട് കൽപ്പിച്ചത്, स्त्री से कहा, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. मैं तेरी पीड़ा और गर्भवती होने के दुख को बढ़ाऊंगा. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. तो पीड़ित होकर बालक उत्पन्न करेगी. വേദന ഭൂമിയിലേക്ക് കടന്നു വന്നു. पृथ्वी पर पीड़ा प्रवेश करती है. നമുക്കറിയാം, 1ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, पहले अध्याय में हम एक बात देख सकते हैं, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവാനായിട്ട് ദൈവം അവിടെ പറയുന്നുണ്ട്. परमेश्वर वहां पे कहता है कि आप फूलों, फलों और पृथ्वी में भर जाओ. പാപമില്ലാത്ത ലോകത്തിൽ സന്താന പുഷ്ടി ഉള്ളവരാകുവാനുള്ള അനുഗ്രഹം ദൈവം നൽകിയിരുന്നു. पाप रहित संसार में भी संतानोत्पत्ति का, फूलने फलने का एक अधिकार, आशीष परमेश्वर ने मनुष्य को दी थी. പക്ഷെ പാപം പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ, लेकिन जब पाप ने प्रवेश किया, നിങ്ങൾക്ക് സന്താന പുഷ്ടി ഉണ്ടാകും, बाबे भी संतानोत्पत्ति तो होगी, പക്ഷെ വേദനയോടെ ആയിരിക്കും ഈ മക്കളെ പ്രസവിക്കുന്നത്. लेकिन अब संतानोत्पत्ति दर्द के साथ, पीड़ा के साथ होगी. 6ാമത്തേത് വേദന ഭൂമിയിലേക്ക് കടന്നു വന്നു. तो 6वां परिणाम दर्द, पीड़ा पृथ्वी पर प्रवेश कर गई. 7ാമത്തേത് 5वां कांटे और ऊंट कटारे हैं. 5वां है आंटे, कांटे और ऊंट कटारे. 7वें में हम चलेंगे. വിയർപ്പും കഷ്ടപ്പാടും അധ്വാനവും ഭൂമിയിലേക്ക് വന്നു. 7वां आप देखते हैं कि पसीना, परिश्रम करना पृथ्वी पे प्रवेश कर गया. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. 17 से 19 तक के पदों को हम उसपे देख सकते हैं. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമായിരിക്കും. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു. और यहाँ पे हम देख सकते हैं उसके 17, 18, 19 में, तू उसकी उपज जीवन भर दुख के साथ खाया करेगा. तू खेत की उपज खाएगा, माथे की पसीने की रोटी खाया करेगा. 19ാമത്തെ വാക്യം, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. उस मिट्टी में जहाँ से निकला है तू मिलने तक पसीने की रोटी खाया करेगा. വിയർപ്പും കഷ്ടപ്പാടും അധ്വാനവും ഇല്ലാത്ത, പാപം ഇല്ലാത്ത ലോകത്തിനകത്ത് ഇതൊന്നുമില്ലായിരുന്നു. यहाँ पे पाप रहित संसार में ये पसीना बहाना, परिश्रम करना नहीं था. 2:15 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും ദൈവം തോട്ടത്തിൽ ആദമിനെ ഹോവിയാക്കി. दूसरे अध्याय के 15वें हमें पद में देख सकते हैं कि उस बाग के अंदर काम करने के लिए और उसको संभालने की आज्ञा परमेश्वर ने आदम को दी थी. അവിടെ അധ്വാനത്തിനകത്ത് അവരുടെ വേല ചെയ്യുന്ന സമയത്ത് അവർക്ക് വിയർപ്പില്ലായിരുന്നു, കഷ്ടപ്പാടില്ലായിരുന്നു. काम करने की आज्ञा मिली, लेकिन उस काम करने में परिश्रम, मेहनत, पसीना नहीं था. നമ്മുടെ ഇന്നത്തെ അധ്വാനത്തിൽ നമുക്ക് വിയർപ്പും കഷ്ടപ്പാടും ഒക്കെ പാപം ചെയ്ത ലോകത്തിൽ പാപം പ്രവേശിച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. आज हमारे कामों में परिश्रम और पसीना क्यों है? क्योंकि इस धरती पर पाप ने प्रवेश कर लिया है. മണ്ണിൽ നിന്ന് എടുത്തിരിക്കുന്ന മനുഷ്യൻ മണ്ണിലേക്ക് ചേരുന്നതുവരെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കുമെന്ന വചനം പറയുന്നു. वचन कहता है कि मिट्टी में से निकाला गया मनुष्य मिट्टी में मिलने तक पसीने की रोटी खाया करेगा. ഇനി 7ാമത്തെ പോയിന്റിലേക്ക് വരാം. अब हम 7वें पॉइंट में चलते हैं. 7वां
बिंदु हम देखेंगे। മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ അടുത്ത് ചിന്തിക്കാനായിട്ട് പോകുന്നത്. अब हम 8वां पॉइंट देखने जा रहे हैं, मुख्य है, बहुत ही मुख्य है। സോറി, 8ാമത്തേത് 8वां बिंदु, മരണമാണ് അടുത്തത്. वो सबसे बुरा परिणाम था, वो था मौत ने प्रवेश किया। പാപത്തിന്റെ ഏറ്റവും കഠിനമായ പരിണിത ഫലമാണ് മരണം എന്ന് പറയുന്നത്. पाप का सबसे कठोर परिणाम था, मौत ने इस धरती पर प्रवेश किया। മരണം എന്ന വാക്കിന്റെ അർത്ഥം വേർപാട്, സെപ്പറേഷൻ എന്നാണ്. मृत्यु अथवा मौत का जो शब्द है उसका अर्थ है अलग होना, अलगाव। ആമേൻ. രണ്ട് വിധത്തിലുള്ള, 3 വിധത്തിലുള്ള മരണത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 3 प्रकार की मृत्यु के बारे में हम देख सकते हैं। ആമേൻ. ഒന്നാമത്തേത് ആത്മീയ മരണം. पहली मृत्यु है आत्मिक मृत्यु। മനുഷ്യൻ പാപം ചെയ്ത ഉടനെ മനുഷ്യന് സംഭവിച്ചതാണ് ആത്മീയ മരണം എന്ന് പറയുന്നത്. जैसे ही मनुष्य ने पाप किया उसी समय आत्मिक मृत्यु हो गई। 2:17 നമുക്ക് നോക്കുമ്പോൾ हम 2:17 को जब हम पढ़ते അവിടെ हैं, ദൈവം എന്താണ് മനുഷ്യനോട് പറയുന്നത്? परमेश्वर मनुष्य से क्या कहता है? ഒന്ന് വായിക്കാമോ? हम पढ़ेंगे उसे 2:17। भले या बुरे के ज्ञान का जो वृक्ष है उसका फल तू कभी न खाना, जिस दिन तू खाए उसी दिन अवश्य मर जाएगा। ആമേൻ. നിങ്ങൾ നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. भले और बुरे के ज्ञान का वृक्ष जो है उसको, उसके फल को मत खाना, खाते ही तू मर जाएगा। അവൻ ഇനി 3:4 നമുക്ക് വരാം. हम 3:4 में चलते हैं। അവിടെ എന്താ എഴുതിയിരിക്കുന്നേ? क्या लिखा हुआ है वहां पर? പാമ്പ് സ്ത്രീയോട് ഇവിടെ പറയുകയാണ്. सर्प स्त्री से कहता है, വായിക്കാമോ? പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ഓക്കെ, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. सर्प स्त्री से कहता है तुम निश्चय न मरोगे। 2:17 ദൈവം പറയുന്നു തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. 2:17 में परमेश्वर कहता है मत खाना, खाते ही मर जाओगे। 3:4 വരുമ്പോൾ പിശാച് വന്നിട്ട് സാത്താൻ വന്ന് പറയുകയാണ് നിങ്ങൾ മരിക്കില്ല നിശ്ചയം. 3:4 में शैतान आकर उनको कहता है कि तुम नहीं मरोगे। ഇവിടെ ആര് പറഞ്ഞതാ ശരിയായിട്ട്? तो किस है, ആര് പറഞ്ഞതാണ് സത്യമായത്? किसकी बात यहाँ पर सही हुई? പാപം ചെയ്ത ആദം ഹവ്വ മരിച്ചോ? पाप करने वाले आदम और हव्वा क्या वो मर गए? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ആൻസർ? कोई बता सकता है? ആത്മീയമായിട്ട് മരിച്ചു. ആത്മീയമായിട്ട് അവരുടെ ജീവിതത്തിൽ മരണം സംഭവിച്ചു. യെസ്, ശാരീരിക മരണമല്ല അവിടെ സംഭവിച്ചത്, ആത്മീക മരണമാണ് ദൈവം ഉദ്ദേശിച്ചത്, അതവിടെ സംഭവിച്ചു. वहां पे शारीरिक मृत्यु नहीं थी जो परमेश्वर ने कही थी, आत्मिक मृत्यु के बारे में कहा जो वहां पर हुई। അവൻ ദൈവം ആത്മാവാകുന്നു. परमेश्वर आत्मा है। അവൻ ദൈവം മനുഷ്യനോട് സംസാരിക്കാൻ വേണ്ടി മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനെ, മനുഷ്യാത്മാവിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നു. और हम सबों को पता है कि उसी परमेश्वर के साथ, उसी के संग बने रहने के लिए परमेश्वर ने मनुष्य में अपने आत्मा को बनाकर रखा है। സെക്രിയാവ് 12:1 പെട്ടെന്നൊന്ന് നോക്കാം. जकरिया 12:1 को जल्दी से हम देखेंगे। സെക്രിയ പ്രവചനം 12-ാം അധ്യായം 1-ാം വാക്യം. जकरिया 12:1। यहोवा को आकाश का तानने वाला, पृथ्वी की नींव डालने वाला, मनुष्य की आत्मा का रचने वाला है। ഇവിടെ കാണാൻ കഴിയുന്നു ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. मनुष्य के आत्मा को उसने उसके अंदर रचा है। ദൈവം മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനെ അവന് ഉണ്ടാക്കിയിട്ടുണ്ട്. परमेश्वर ने मनुष्य के अंदर उसके आत्मा को बनाकर रखा है। മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? मनुष्य और जानवरों में अंतर क्या है? മനുഷ്യൻ എന്തുണ്ട്? ആത്മാവുണ്ട്. മൃഗങ്ങൾക്ക് എന്തില്ല? ആത്മാവില്ല. मनुष्य में आत्मा है, जानवरों में ये आत्मा नहीं। ഇവിടെ ആത്മാവുള്ള മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ ആത്മീക മരണം സംഭവിച്ചു. और जब मनुष्य ने पाप किया तो वो आत्मिक तौर पर मर गया। നമ്മൾ ചിന്തിച്ചു മരണം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വേർപാടെന്നാണ്. हमने देखा कि मृत्यु नामक शब्द का अर्थ क्या है? अलगाव। ഇവിടെ എങ്ങനെയുള്ള വേർപാടാണ് സംഭവിച്ചത്? किस प्रकार का अलगाव हुआ यहाँ पर? ആത്മാവിന് മരണം സംഭവിച്ച മനുഷ്യൻ ദൈവത്തോടുള്ള വേർപാട് അവിടെ
കടന്നു വന്നു. आत्मा में जो मर गया था वो मनुष्य परमेश्वर से अलग हो गया. റോമാലേഖനം 6:23 കാണുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. रोमियो 6:23 में हम देख सकते हैं कि पाप की मजदूरी मौत है. റോമാലേഖനം 5:12 കാണുന്നു, പാപത്താൽ മരണം ലോകത്തിലേക്ക് വന്നു. और रोमियो 5:12 में देख सकते हैं कि पाप ही के द्वारा मृत्यु दुनिया में आई. അമേൻ. നമ്മളിവിടെ കാണാൻ കഴിയുന്നു, ഇവർക്ക് ഇവിടെ സംഭവിച്ചത് ഒരു ആത്മീക മരണമാണ്. ദൈവത്തിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്നുള്ള ഒരു വേർപാട് ശാരീരികമായിട്ടുള്ള ആത്മീകമായിട്ട് അവിടെ സംഭവിക്കാൻ ഇടയായി തീർന്നു. आत्मिक तौर पर एक अलगाव वहां पर उत्पन्न होता है. A.T. കോവൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തിൽ ഉണ്ടായിരുന്നു. केरल में A.T. कोवूर नामक एक व्यक्ति हुआ करते थे. അദ്ദേഹത്തിന്റെ അദ്ദേഹം ബുക്കുകൾ എഴുതുന്ന ഒരു വ്യക്തിയാണ്. आप एक लेखक थे. അദ്ദേഹം ഒരു നാസ്തികനാണ്, ദൈവമില്ലാന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരാളാണ്. सैद्धांतिक तौर पर वो नास्तिक थे, परमेश्वर के अस्तित्व पे विश्वास नहीं करते थे. അദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട്, തിരഞ്ഞെടുത്ത കൃതികൾ. और उनकी एक किताब है मलयालम में, തെരഞ്ഞെടുത്ത കൃതികൾ. അദ്ദേഹം പറയുന്നു, ബൈബിളിലെ ദൈവം കള്ളം പറയുന്ന ദൈവമാണ്. और उन्होंने ये लिखा उसमें कि बाइबल का परमेश्वर झूठ बोलने वाला परमेश्वर है. ബൈബിളിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേര് ദൈവത്തിന്റെ നുണയെന്നാണ്. और बाइबल को उन्होंने अपना एक नाम दिया है, वो है कि परमेश्वर का झूठ है वो. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നതെന്ന് അറിയാമോ? वो पता है क्यों इस प्रकार कहते हैं? നമ്മളിപ്പോ വായിച്ച ഈ വേദഭാഗം തന്നെയാണ്. ये जो हमने वचन के भाग पढ़े उन्हीं के आधार पर वो कहता है. ദൈവം പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളെ നിങ്ങൾ മരിക്കും നിശ്ചയം. परमेश्वर ने कहा कि जिस दिन तुम खाओगे मर जाओगे. പക്ഷെ ആദാം 930 വർഷം കൂടെ ജീവിച്ചിരുന്നു. लेकिन आदम के बाद में फिर 930 साल जिंदा रहा. അവൻ അപ്പോൾ ദൈവം കള്ളം പറഞ്ഞു. तो परमेश्वर ने झूठ बोला എന്നാണ് അദ്ദേഹത്തിന്റെ കൃതിയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. अपने उस लेखनी में उन्होंने यही लिखा है. അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം ശാരീരിക മരണത്തെയാണ് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത്. उन्होंने इस मृत्यु को शारीरिक समझ लिया. പക്ഷെ ദൈവവചനം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും, അത് ശാരീരിക മരണമല്ല, ആത്മീക മരണത്തെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. लेकिन वचन को जानने वाले व्यक्ति को पता है कि ये शारीरिक नहीं आत्मिक मृत्यु की बात हो रही है. പാപം ചെയ്ത ഉടൻ തന്നെ ആത്മീക മരണം ലോകത്തിലേക്ക് സംഭവിച്ചു. पाप करते ही आत्मिक मृत्यु उस आदम को होती है, मृत्यु दुनिया में प्रवेश करती है. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, लूका 15:24 को जब हम पढ़ते हैं, ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 15:24. लूका 15:24 हम पढ़ेंगे. क्योंकि ये मेरा पुत्र मर गया था फिर जी गया है, खो गया था मिल गया है, और वे आनंद करने लगे. മലയാളത്തിലൂടെ, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ഇനി 15-24 കൂടെ, 32. उसका 32 भी. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു, ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം ഈ ഉപമയെ പറ്റി നമുക്ക് ഹിന്ദിയിലൂടെ. यहाँ पर हम देखते हैं वो तेरा भाई मर गया था फिर जी गया है, और जो खो गया था वो मिल गया है. ആമേൻ. നമുക്ക് ഇവിടെ കാണാനായിട്ട് 32. ഓക്കെ, ഈ ഉപമയെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം. इस दृष्टांत के बारे में हमें अच्छे से पता है. നമ്മൾ മുടിയനായ പുത്രൻ ഓമന പേരിട്ട് വിളിക്കുന്ന ഈ മകൻ ദൂരദേശത്ത് പിതാവിന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെടുത്തി ഒരു ദിവസം സുബോധം തന്ന് വന്നപ്പോൾ ഭവനത്തിലേക്ക് മടങ്ങി വന്ന ഒരു പുത്രനാണിത്. और हमें इस उड़ाऊ पुत्र के बारे में पता है कि किस प्रकार एक दिन अपने घर को छोड़कर चला जाता है, मनमानी कर सब कुछ लुटाकर मन फिराकर वापस अपने पिता के घर पर आ रहा है. ആ ഭവനത്തിലേക്ക് വന്ന മകൻ വന്നതിന്റെ സന്തോഷത്തില് പിതാവ് എല്ലാവരെയും വിളിച്ചു കൂട്ടി വിരുന്നൊക്കെ ഒരുക്കിയിരിക്കുക. और उस बेटे के आगमन में बड़े ही बड़ा खुश होकर पिता सबके लिए भोज को तैयार कर बुलाता है. വളരെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ സമയമാണ്. एक आनंद मनाने का समय है वो. അന്നേരം മകൻ മുൻപിൽ നിൽക്കുമ്പോൾ, और जब ये बेटा वहाँ पे खड़ा था, അവിടെ വന്നിരിക്കുന്ന ആളുകളോട് പറയുകയാണ്, वहाँ पे आए हुए लोगों से वो पिता कहता है, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, ये मेरा बेटा मर गया था. അവൻ 32-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. ആ സഹോദരനോട് പറയും, ഈ നിന്റെ സഹോദരനോ മരിച്ചവനായിരുന്നു. और 32वें पद में वो अपने बड़े बेटे से कहता है, ये जो तेरा भाई है वो मर गया था. ശരിയാണോ ഇത്?
क्या उन्होंने सही बोला? ഇവിടെ നാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ശാരീരിക മരണമല്ല അവൻ അവിടെ സംഭവിച്ചത്. ആത്മീകമായിട്ട് അവൻ മരിച്ചിരുന്നു. പക്ഷെ സുബോധം വന്നപ്പോൾ അവൻ പാപം തെറ്റ് ചെയ്തു എന്നവൻ മനസ്സിലാക്കി പശ്ചാത്തപിച്ച് അവൻ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ പുതുജീവനിലേക്ക് പ്രവേശിപ്പാൻ ഇടയായി തീർന്നു. यहाँ पर हमें एक बात समझनी है कि उसकी जो मृत्यु थी वो भी आत्मिक थी, लेकिन जब वो अपने बोध में आया, अपने होश में आया, वहां से फिर कर मन फिरा कर वापस आया, तब वो दोबारा जीवन पाता है. ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ മരിച്ച അവസ്ഥ, അതാണ് ആത്മീക മരണം എന്ന് പറയുന്നത്. जीवित रहते हुए भी मरा हुआ जीना ही आत्मिक मृत्यु ഒന്നുകൂടെ कहलाता ഞാൻ है. പറയാം, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച അവസ്ഥ, അതാണ് ആത്മീക മരണം എന്ന് जीवित പറയുന്നത്. रहते हुए मर जाना ही आत्मिक मृत्यु कहलाता है. ദൈവത്തോടുള്ള സെപ്പറേഷൻ, അതാണ് ആത്മീക മരണം. परमेश्वर से अलग हो जाना आत्मिक मृत्यु कहलाता है. അപ്പന്റെ വീട്ടിൽ മകൻ ഇല്ലാത്ത അവസ്ഥയാണ് അവൻ ആത്മീക മരണം എന്ന് പറയുന്നത്. पिता के घर में पुत्र की अनुपस्थिति हम आत्मिक मृत्यु दिखाती है. പിതാവിന്റെ ഭവനത്തിൽ വസിക്കേണ്ട മകനാ, ये बेटा पिता के घर में वहां पे रहने को बुलाया गया था, പക്ഷെ അവൻ കുറച്ചു നാൾ അവിടെ ഇല്ലായിരുന്നു. लेकिन कुछ दिन वो वहां पर नहीं था. അതിനെന്താ വചനം പറയുന്നേ? उसको वचन क्या कहता है? അവൻ മരിച്ചവനായിരുന്നു. वो मर गया था. ഇന്ന് രാത്രിക്കാൽ നമ്മൾ ആരെങ്കിലും അങ്ങനെയുള്ള അവസ്ഥകളുള്ളവരുണ്ടോ? क्या हम में से कोई ऐसा यहाँ पर बैठा हुआ है? അവൻ പിതാവിന്റെ ഭവനത്തിനകത്താണ് നാം എങ്കിലും, ആമേൻ സ്തോത്രം, നാം ജീവനില്ലാത്ത അവസ്ഥയിലാണോ നാം ആരെങ്കിലും पिता ആയിരിക്കുന്നത്? के घर के अंदर हम कहते तो हैं, लेकिन फिर भी निर्जीव हालत में हम जी रहे हैं. നമ്മൾ ദൈവത്തോട് അടുത്ത് വരുവാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടോ? कुछ भी ऐसा हमारी जिंदगी में है जिसकी वजह से परमेश्वर के करीब नहीं जा पा रहे हैं. നമ്മെ മടങ്ങി വരുവാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ ഇരു കൈകളും നീട്ടി നമ്മെ നെഞ്ചോടണയ്ക്കുന്ന, മാറോടണയ്ക്കുന്ന ഒരു നല്ല പിതാവ് നമ്മുടെ പിതാവ്. यदि उसे पहचान कर, अंगीकार कर वापस आने को तैयार है, तो अपने दोनों बाहें फैलाकर हमें गले लगाने के लिए पिता तैयार है. ആമേൻ സ്തോത്രം. ആത്മീക മരണം സംഭവിച്ചു. आत्मिक मृत्यु हुई. അടുത്തത് നമുക്ക് ശാരീരിക മരണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. और अगला हम देखेंगे शारीरिक मृत्यु. ആമേൻ സ്തോത്രം. രണ്ടാമത്തേത് ശാരീരിക മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചു. और हम देखते हैं उसका दूसरा जो 9वां पॉइंट है वो शारीरिक मृत्यु हुई है. ഫിസിക്കലി ദൈവം എല്ലാ ദിവസവും ആദം ഹവ്വായുടെ അടുക്കൽ ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വരുമായിരുന്നു. परमेश्वर शारीरिक तौर पर आदम हव्वा के पास में हर दिन शाम को उस वाटिका में आया करते. മൂന്നാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. तीसरे अध्याय में उत्पत्ति के अंदर हम उसे देख सकते हैं. അവൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ സംസർഗം, ആ സഹവാസം അവിടെ അവസാനിച്ചു. लेकिन पाप के आते ही वो संपर्क, वो साथ में रहना खत्म हो गया. അവൻ ദൈവം അന്നും കടന്നു വന്നു, പാപം ചെയ്ത ദിവസവും കടന്നു വന്നു. जिस दिन उन्होंने पाप किया था उस दिन भी परमेश्वर आया था. അല്പം മുമ്പേ നമ്മൾ ചിന്തിച്ചു, പാപം പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ കുറ്റബോധം, അവന്റെ പാപബോധം അവന് ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവത്തിന് മുൻപിലേക്ക് കടന്നു വരുവാൻ കഴിയാത്ത വിധത്തിൽ അവൻ ഒളിക്കുവാനിടയായി തീർന്നു. थोड़ी देर पहले हमने सोचा कि उसका पाप, उसकी गलती का बोध परमेश्वर के करीब आने से उसे दूर ले जाने लगा. ഫിസിക്കലി അവൻ മനുഷ്യനുമായിട്ട് ദൈവത്തിനൊരു ബന്ധമുണ്ടായിരുന്നു. परमेश्वर और मनुष्य का हमें एक संपर्क था, जो शारीरिक संपर्क था. തോട്ടത്തിൽ അവർ ഒരുമിച്ച് നടക്കുമായിരുന്നു. वो बगीचे में एक साथ चलते थे, വിശേഷങ്ങൾ പങ്കുവെക്കുമായിരുന്നു. हाल चाल पूछा करते थे, ഒരു ദിവസം നടന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു. पूरे दिन भर क्या हुआ उसके बारे में बतियाते थे. പക്ഷേ പാപം അകത്ത് കടന്നു വന്നപ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള ആ ബന്ധത്തിന് വിച്ഛേദനം സംഭവിച്ചു. लेकिन जैसे ही पाप ने प्रवेश किया, शारीरिक वो संपर्क टूट गया. ആമേൻ. നമുക്ക് കാണാൻ ബൈബിളിൽ കാണാൻ കഴിയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. हम बाइबल में देख सकते हैं कि पाप और अधर्म में मरे हुए. ആമേൻ സ്തോത്രം. നമുക്കറിയാം ഹാനോക്കും നോഹയും ദൈവത്തോട് കൂടെ നടന്നു എന്ന് വചനത്തിനകത്ത് കാണാൻ हम കഴിയുന്നുണ്ട്. वचन में देख सकते हैं कि हनोक परमेश्वर के साथ चला. ആമേൻ. നമ്മൾ ആദ്യം കണ്ടു ആദം ഹവ്വ ദൈവത്തോടു കൂടി ഫിസിക്കലി നടന്നു. आदम और हव्वा शारीरिक तौर पर परमेश्वर के साथ चले. ഒരു പക്ഷെ നമുക്കൊരു ഡൗട്ട് തോന്നിയേക്കാം, നോഹയെ പറ്റി, ആമേൻ ഹാനോക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ അവർ ദൈവത്തോടു കൂടെ നടന്നു എന്ന്. और हमें नूह और हनोक के बारे में भी लिखा हुआ कि वो परमेश्वर के संग चलते थे. അത് ഫിസിക്കലി ഉള്ള ഒരു നടപ്പമായിരുന്നോ? क्या वो शारीरिक उनके साथ में चलना था? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ആൻസർ അതിന്റെ? कोई बता सकता है उसका उत्तर क्या है? ആ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ആ വേദഭാഗം ഫിസിക്കലി ഉള്ള ഒരു നടപ്പിനെ പറ്റിയാണോ പറയുന്നത്? बाइबल में जब वो लिखते, वहां पे लिखा हुआ है कि वो संग चलते थे, तो क्या वो शारीरिक चलना था? അല്ല. नहीं.
വിശ്വാസത്താൽ. विश्वास के द्वारा। എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. इब्रानियों में बिल्कुल स्पष्ट उनके बारे में लिखा है। ഏദനിൽ പാപം പ്രവേശിച്ചപ്പോൾ ആ കണക്ഷൻ കട്ടായി. आदम में जब पाप ने प्रवेश किया तो वो संपर्क टूट गया। അവനൊരു നല്ല ബന്ധമായിരുന്നു അല്ലേ, ദൈവത്തോട് കൂടെ ആ ചേർന്ന് നടക്കുന്ന ഒരു ബന്ധം. परमेश्वर के साथ चलने का एक बहुत ही अच्छा संबंध उनके बीच में था। പക്ഷേ പാപം പ്രവേശിച്ചപ്പോൾ ആ ബന്ധം വിച്ഛേദിക്കപ്പെടുവാൻ लेकिन ഇടയായി. पाप के प्रवेश करते ही वो संबंध टूट गया। ആമേൻ. ഓക്കെ, അങ്ങനെ രണ്ടാമത് അടുത്ത് നമ്മൾ കാണാൻ കഴിഞ്ഞു. 9ാമത്തേതല്ലേ ഇത്? ഓക്കെ, ശാരീരിക മരണം ഭൂമിയിലേക്ക് കടന്നു और हमने വരാനായിട്ട് देखा 9वां परिणाम क्या था? शारीरिक मृत्यु। ഇതിവിടെ പറഞ്ഞു നിർത്തട്ടെ. 1-2 കാര്യങ്ങളോട് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് നിർത്താം. एक दो बातें और इससे जुड़ी एक दो बातें मैं बताना चाहूंगी। ആമേൻ, സ്തോത്രം. ബൈബിളിൽ ശാരീരിക മരണത്തെ നിദ്ര അല്ലെങ്കിൽ ഉറക്കം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. बाइबल में शारीरिक मृत्यु को नींद कहा गया है। ആമേൻ. ദൈവവചനം വായിക്കുന്നവർക്കും അല്ലെങ്കിൽ മരണ ശുശ്രൂഷകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നവർക്കൊക്കെ നമുക്ക് പറയാൻ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം നിദ്ര അല്ലെങ്കിൽ ഉറക്കം എന്നാണ് ഇതിനെ പറയുന്നത്. वचन पढ़ने वाले हमको या फिर अंतिम संस्कार की सेवकाई में हम जो लोग भाग लेते हैं तो वहाँ पे नींद शब्द का इस्तेमाल किया जाता है। ആത്മീയ മരണം നമ്മൾ കണ്ടു, ദൈവത്തിൽ നിന്നുള്ള ഒരു വേർപാടാണ് നമ്മൾ അവിടെ കാണാനായിട്ട് സാധിച്ചത്. आत्मिक मृत्यु को हमने देखा था कि वो परमेश्वर से अलग होना ഈ है। ശാരീരിക മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? शारीरिक मृत्यु क्या है? ശരീരത്തിൽ നിന്ന് ആത്മാവും ജീവനും വേർപെടുന്നതാണ് ശാരീരിക മരണം. शरीर में से आत्मा का और जीवन का अलग होना मृत्यु कहलाता है। നമ്മൾ നേരത്തെ കണ്ടു, ആത്മീയ മരണത്തിനകത്ത് കണ്ടു മനുഷ്യൻ ജീവനോടെ ഉണ്ട്, പക്ഷേ ആത്മാവും ദൈവവുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവനാ ആത്മീയ മരണം സംഭവിച്ചവൻ. मृत्यु में देखा कि वहां पर उनके अंदर जीवन और आत्मा है, लेकिन परमेश्वर के साथ अब उनका रिश्ता नहीं रहा है। आत्मिक अलगाव आ गया है, आत्मिक मृत्यु आ गई। പക്ഷെ ശാരീരിക മരണം എന്ന് പറയുന്നത് लेकिन शारीरिक मृत्यु का मतलब ശരീരത്തിൽ നിന്ന് ആത്മാവും ജീവനും വേർപെടുന്ന അവസ്ഥയാണ് ശാരീരിക മരണം എന്ന് പറയുന്നത്. शारीरिक मृत्यु तब होती है जब इस शरीर में से आत्मा और प्राण जीवन निकल जाते हैं। പത്രോസും പൗലോസും നമ്മുടെ ഈ ശരീരത്തെ വിളിക്കുന്നത് കൂടാരം എന്നാണ്. पत्रस और पौलुस की भाषा में ये शरीर तंबू कहलाता है। 2 പത്രോസ് 1:14 വായിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. दूसरे पत्रस 1:14 में उसे देख सकते हैं। വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകാം. समय नहीं है इसलिए मैं केवल रेफरेंस बताकर आगे बढ़ूंगा। റഫറൻസ് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പിന്നീട് വായിക്കുക. आप इस रेफरेंस को लिख सकते हैं, बाद में आप पढ़ सकते ഈ हैं। കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് കഴിയുന്നു. वो कहते हैं कि इस तंबू सरीखे डेरे में हम करा रहे हैं, कराते हुए जी रहे हैं। 2 കൊരിന്ത്യർ 5:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാലും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ और കഴിയുന്നുണ്ട്. दूसरे कुरिन्थियों 5:1 के अंदर वहाँ पे लिखा हुआ है कि ये जो शरीर है तंबू चाहे गिरा भी दिया जाए। നമ്മുടെ ഈ ശരീരം എന്താണ്? ये शरीर क्या है? കൂടാരം, एक तंबू है, ടെന്റ്. एक डेरा है। നമ്മൾ കണ്ടിട്ടില്ലേ ഈ വഴിയിലൊക്കെ ടെന്റ് അടിച്ച ആൾക്കാർ കച്ചവടം നടത്തുന്നവരും താമസിക്കുന്നവരൊക്കെ കണ്ടിട്ടില്ലേ? हमने भी तंबुओं को देखा है कि कैसे लोग सड़क किनारे लगाकर रहते हैं, अपनी चीजें बेचते हैं। നമ്മൾ ഈ ആഴ്ച അതിലെ കൂടെ പോയി ഒരു മാസം കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അവരെ കാണത്തില്ല. और आज हमने उनको देखा है, अगले दिन या अगले महीने जाएंगे तो वो वहाँ पर दिखाई नहीं അവർ देंगे। സ്ഥിരവാസമില്ല അവർക്ക്. उनका एक स्थिर वास स्थल नहीं है वो। അങ്ങനെ ആ സമയത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് അവർ മാറിക്കൊണ്ടേയിരിക്കും. केवल उस समय के अनुसार वो उसको बनाकर वहाँ रखते हैं, फिर बदलते चले जाते हैं। അതുപോലെയാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. मनुष्य का जीवन भी ऐसा ही है। നമ്മൾ സ്ഥിരവാസത്തിന് വേണ്ടി ഉള്ള ഒരു കൂടാരമല്ല, ദേഹമല്ല നമ്മുടേത്. शरीर हमारा हमेशा का वास स्थल नहीं है। നമ്മൾ ഇത് പൊളിഞ്ഞു പോകുന്നതാണ്. एक दिन ये गिर जाएगा, എപ്പം വേണമെങ്കിലും ഇത് മാറ്റപ്പെടാം. कभी भी ये बदल सकता है। നമുക്കറിയാം നമ്മൾ ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. आज दुनिया में हम उसे देखते आ रहे हैं। ഇന്നലെ ഒരു കർത്താവൻ ദാസൻ സ്തോത്ര വാഹനം ഓടിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു, വണ്ടി ചെന്ന് ഒരു പോസ്റ്റൽ ഇടിച്ചു, അദ്ദേഹം മരിച്ചുപോയി. और कल ही परमेश्वर के दास एक कन्वेंशन के बाद में अपने घर जा रहे थे, अपनी गाड़ी में जा रहे हैं, अचानक से उनको हार्ट अटैक होता है, एक खंबे पे जाके गाड़ी टकराती है और वो मृत्यु में समा जाते हैं। മനുഷ്യ ജീവിതം ക്ഷണികമാണ്. मनुष्य की जिंदगी क्षण भंगुर है, പുല്ലിന്റെ ഭംഗി പോലെ ഉള്ളൂ, घास की सुंदरता की तरह है, बस ശ്വാസം പോലെ ഉള്ളൂ. एक श्वास की तरह है। ആമേൻ. എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. कभी भी कुछ भी हो सकता है। പക്ഷേ നമ്മുടെ ആത്മാവ് സേഫാണോ നമ്മൾ ചിന്തിക്കണം. लेकिन हमें ये ध्यान रखना है कि क्या हमारा आत्मा सुरक्षित है। ആമേൻ. പൗലോസ് പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്. और पौलुस कहता है कि मैं यहाँ से निकल मसीह से मिलने के लिए उत्सुक हूँ।
നമ്മുടെ ഈ കൂടാരം പൊളിഞ്ഞു പോയാലും നമുക്ക് ആത്മാവ് നൽകിയ ആ ദൈവത്തിന്റെ അടുക്കിലേക്കാണ് ഈ ആത്മാവ് കടന്നു പോകുന്നത്. हमारा ये तंबू चाहे गिर भी क्यों न जाए, हमारा आत्मा परमेश्वर की ओर आता है। ആമേൻ. ലാസറുടെ ധനവാന്റെ സ്റ്റോറി നമ്മളാണ് പഠിപ്പിക്കുന്നത്. लाजर और धनवान की कहानी हमें यही बता। ലാസർ ധനവാനെ അടക്കി എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. वहां पे हम धनवान के अंतिम संस्कार को देख सकते हैं। ലാസറിനെ അടക്കിയില്ല. लाजर का अंतिम संस्कार के बारे में कुछ नहीं लिखा, അവിടെ എഴുതിയിട്ടില്ല അങ്ങനെ. ऐसा कुछ नहीं लिखा है। പക്ഷെ ആരാണ് അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് പോയത്? लेकिन अब्राहम की गोद में कौन गया? രണ്ടുപേർക്കും ശാരീരിക മരണം സംഭവിച്ചു. दोनों शारीरिक तौर पे मरे, പക്ഷേ തന്റെ ആത്മാവിനെ അവൻ സേവ് ചെയ്യാൻ അവൻ പ്രയത്നിച്ചവൻ, അതിനുവേണ്ടി ദൈവകരങ്ങളിലേക്ക് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവന്റെ ആത്മാവ് സേഫ് ആയി തീരുവാനായിട്ടിടയായി. लेकिन आत्मा को सुरक्षित बनाने की कोशिश करने वाला, उसके लिए परिश्रम करने वाला अपनी आत्मा को सुरक्षित जगह पर पहुंचा पाया। ആമേൻ. ഇന്ന് പകൽക്കാലം രാത്രികാലം നമ്മള് ആമേൻ സ്തോത്ര 9 കാര്യങ്ങൾ പഠിക്കുവാനായിട്ടിടയായിട്ടുണ്ട്. और आज हमने 9 बातें हमने पढ़ी कि पाप के दुष्परिणाम क्या है, പാപത്തിന്റെ ദോഷഫലങ്ങൾ. पाप के बुरे परिणाम। പെട്ടെന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോകാം. मैं जल्दी से उसे कहना चाहूंगा। ഒന്നാമത്തേത് അവരുടെ കണ്ണ് തുറന്നു, നഗ്നത വെളിപ്പെട്ടു. पहला, उनकी आंखें खुल गई, वे नंगे, उन्हें पता चला कि वो नंगे हैं। രണ്ടാമത്തേത് ഭയം ഉളവായി. दूसरा, डर उत्पन्न हुआ। മൂന്നാമത്തേത് കുടുംബ ബന്ധത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടു. तीसरा, पारिवारिक रिश्ता ढीला हो गया, वो कमजोर हो गया। നാലാമത്തേത് ഭൂമി ശാപത്തിന്റെ കീഴിലായി. चौथा, पृथ्वी शापित हो गई। അടുത്തത് മുള്ളും പറക്കാരയും ഭൂമിയിൽ മുളച്ചു. पांचवा, पृथ्वी पर कांटे और ऊंट कटारे उत्पन्न हुए। ആറാമത്തേത് വേദന ഭൂമിയിലേക്ക് കടന്നു വന്നു. छठवां, पृथ्वी पर पीड़ा ने प्रवेश किया। ഏഴാമത്തേത് വിയർപ്പും കഷ്ടപ്പാടും അങ്ങനെയുള്ള അധ്വാനം ഭൂമിയിലേക്ക് കടന്നു വന്നു. सातवां, पसीना, परिश्रम, मेहनत पृथ्वी में प्रवेश कर गई। ആമേൻ. എട്ടാമത്തേത് മരണം. ആദ്യത്തേത് ആത്മീക മരണം, അത് എട്ടാമത്തേത് ആത്മീയ മരണം. और आठवां है वो है आत्मिक मृत्यु ने प्रवेश किया। അടുത്തത് ഒൻപതാമത്തേത് ശാരീരിക മരണം. और 9वां शारीरिक मृत्यु ने प्रवेश किया। ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അത് അടുത്താഴ്ച നമുക്ക് ചിന്തിക്കാം. और एक और है उसका परिणाम, उसके बारे में हम अगले हफ्ते में देखेंगे। കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. अपनी आंखें बंद करेंगे, हम प्रार्थना में। स्वर्गीय पिता, हम धन्यवाद करते एक अच्छे समय को, आपकी उपस्थिति हमारे बीच में है, हम आपको धन्य कहते हैं। परमेश्वर, जब हम पाप के बारे में सीख रहे हैं, पाप शास्त्र के बारे में सीख रहे हैं, होने दे प्रभु हमारे अंदर एक असली मन फिराव आने पाए। परमेश्वर, पाप है लेकिन उसके ऊपर जय देने वाला आपका लहू भी है, आमीन। आपकी माफी भी है प्रभु। उसको पाकर जीने में हम सबों की मदद पुनर्स्थापित करने वाले परमेश्वर के हाथों में सब कुछ समर्पित करते हुए पुत्र यीशु के नाम से मांगते हैं, सुनो और कबूल कर पिता। आमीन। आमीन। सबको जय मसीह की, जय मसीह की, जय मसीह की। गॉड ब्लेस यू, गॉड ब्लेस यू। सबको जय मसीह। शायद दिन बदलने की वजह से लोगों के लिए दिक्कत हो गई थी, थर्सडे की वजह से, आई डोंट नो, लेकिन अगली बार से मंगलवार को कोशिश कीजिएगा, बाइबल स्टडी वाले 9 बजे आइएगा, है ना, बाइबल स्टडी वाले 9 बजे ही आ जाइएगा। हमने 9 इसलिए रखा है कि मैक्सिमम लोग आ जाएं। यदि ऐसा लग रहा है कि लोग नहीं आ पा रहे हैं तो हम अगले हफ्ते से 9:30 रख लेंगे, जिससे कि लोग आ जाएं। तो कृपया 9 बजे आने की कोशिश करिएगा। गॉड ब्लेस। आमीन, आमीन। जय मसीह। Bye.